DM ലെക്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഒരു നഴ്സിംഗ് ഇന്റർവ്യൂവിന് ആസ് എ ഫ്രഷർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള 30 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 30 ക്വസ്റ്റ്യൻസിനെ 3 പാർട്ടായിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഒരു വീഡിയോയിൽ 10 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, ഒരു നഴ്സിംഗ് ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ നമ്മളോട് ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ളതായിരിക്കും. അങ്ങനെ ആ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആയിരിക്കും. ഓക്കെ, സോ നൗ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ടോപ്പ് 10 ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ദെയർ ആൻസേഴ്സ്. നഴ്സിംഗ് ഇന്റർവ്യൂസിലെ മോസ്റ്റ് കോമൺലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് which are the vital signs and their normal values and variations in each vital sign. അതുപോലെ തന്നെ കൂടുതലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഇസ് ദ 5th vital sign. ഓൾമോസ്റ്റ് നമ്മളെല്ലാം കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഇസ് ദ 5th vital sign. The answers of the first question, basically the vital signs include heart rate or pulse rate, respiratory rate, blood pressure, body temperature and oxygen saturation. Their normal values include heart rate or pulse rate is mainly ranges from 60 to 100 beats per minute, respiratory rate 12 to 20 breaths per minute, blood pressure 120/80 mmHg, body temperature in Fahrenheit it is 98.6 and in degrees Celsius it is 37 degrees Celsius. Oxygen saturation should be greater than 93%. അതുപോലെ തന്നെ നഴ്സിംഗ് ഇൻ്റർവ്യൂസിൽ ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് യു മീൻ ബൈ ബ്രാഡികാർഡിയ, വാട്ട് യു മീൻ ബൈ ടക്കികാർഡിയ, ടക്കീപ്നിയ, ബ്രാഡിപ്നിയ, ഡിസ്നിയ, ഇങ്ങനത്തെയുള്ള 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിച്ച് കാണാറുണ്ട്. ദാറ്റ് ഈസ് മെയിൻലി ദ വേരിയേഷൻസ് ഇൻ വൈറ്റൽ സൈൻസ് ആണ് നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ വി ക്യാൻ ഡിസ്കസ് 1 by 1. വേരിയേഷൻസ് ഇൻ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് മെയിൻലി ബ്രാഡികാർഡിയ ആൻഡ് ടക്കികാർഡിയ ആണ്. When the heart rate is less than 60 beats per minute, that is called bradycardia, and when the heartbeat is greater than 100 beats per minute, that condition is called tachycardia. Respiratory rate മെയിൻ ആയിട്ട് വരുന്ന വേരിയേഷൻസിൽ പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ബ്രാഡിപ്നിയ വിച്ച് മീൻസ് ദ റെസ്പിറേറ്ററി റേറ്റ് ഈസ് ലെസ് ദാൻ 12 breaths per minute. അതുപോലെ തന്നെ ടക്കീപ്നിയ വിച്ച് മീൻസ് ദ റെസ്പിറേറ്ററി റേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 20 breaths per minute. കോമൺലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു മീൻ ബൈ ഡിസ്നിയ. ഡിസ്നിയ മീൻസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. നെക്സ്റ്റ് വൺ ഈസ് അപ്നിയ. അപ്നിയ മീൻസ് ടെമ്പററി സിസേഷൻ ഓഫ് ബ്രീത്തിങ്. ബ്ലഡ് പ്രഷറിൽ യൂഷ്വലി വരുന്നൊരു വേരിയേഷൻ ആണ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ പോസ്റ്റൽ ഹൈപ്പോടെൻഷൻ എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ fall in systolic blood pressure of at least 20 mmHg or diastolic blood pressure of at least 10 mmHg within 3 minutes of standing when compared BP with സിറ്റിംഗ് ഓർ സുപ്പൈൻ പൊസിഷൻ. അതായത് നമ്മളൊരു പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ സിറ്റിംഗ് അല്ലെങ്കിൽ സുപ്പൈൻ പൊസിഷനിൽ നിന്നും സ്റ്റാൻഡിംഗ് പൊസിഷനിൽ മാറിയതിനു ശേഷം വിത്തിൻ 3 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറിൽ 20 mmHgയിൽ കൂടുതൽ വ്യത്യാസമോ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറിൽ അറ്റ്ലീസ്റ്റ് 10 mmHg വ്യത്യാസമോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ. മോസ്റ്റ് കോമൺലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഇസ് ദ 5th vital sign. 5th vital sign ആയിട്ട് നമ്മൾ പറയുന്നത് പെയിൻ ആണ്. ആ ക്വസ്റ്റിനോട് കൂടി അസോസിയേറ്റ് ചെയ്ത് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ആർ ദ കോമൺ പെയിൻ സ്കെയിൽ യൂസ്ഡ് ടു അസസ് പെയിൻ. ദാറ്റ് ഇൻക്ലൂഡ് ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിൽ, വിഷ്വൽ അനലോഗ് സ്കെയിൽ, വെർബൽ റേറ്റിംഗ് സ്കെയിൽ ആൻഡ് ഫേസസ് പെയിൻ സ്കെയിൽ റിവൈസ്ഡ്. Move to the third question, which are the common sites for pulse checking. The answers include temporal artery, carotid artery, apical area, brachial artery, radial artery, femoral artery, popliteal artery, posterior tibial artery, dorsalis pedis artery. Move to the fourth question, what are the common sites to check body temperature? The answers include oral, axilla, rectal and temporal. Mainly the rectal area is used for checking temperature of the infants. Move to the next question, what are the 10 rights of medicine administration? The answers include the right patient, right drug, right time and frequency, right dose, right route, right assessment, right evaluation, right documentation,
right education, and right to refuse. Next question. What is the best and cheapest method for prevention of infection? The answer is hand washing. Next question is, which are the 5 moments of hand hygiene? സ്റ്റെപ്പ് അല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എപ്പോഴൊക്കെയാണ് ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ദ ആൻസർ ഇൻക്ലൂഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡൂയിങ് എനി പ്രൊസീജിയർ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ടച്ചിങ് എ പേഷ്യൻറ്റ്, ആൻഡ് ഓൾസോ ആഫ്റ്റർ ടച്ചിങ് പേഷ്യൻ്റ് സറൗണ്ടിങ്സ്. The next question is, what are the steps of hand washing? According to WHO, there are 7 steps in hand hygiene, which include step 1, rub hands palm to palm. Second step, rub the back of the both hands. Third step, palm to palm with the fingers interlaced. And fourth step, back of the fingers to opposing palm with the fingers interlocked. The fifth step, the rotational rubbing of right thumb clasped in left palm, vice versa. The sixth step, rotational rubbing backward and forward with the clasped fingers of left hand in right palm, vice versa. And the last step, wrap the left hand over the right wrist using rotational movements up to mid forearm and vice versa. The next question is, what is BLS and ACLS? BLS means basic life support and ACLS means advanced cardiac life support. Basically, ബേസിക് ലൈഫ് സപ്പോർട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. അതിൻ്റെ ഭാഗമായിട്ട് ചെസ്റ്റ് കംപ്രഷൻ ആൻഡ് റെസ്ക്യൂ ബ്രീത്തിങ്ങിൻ്റെ റേഷ്യോ യൂഷ്വലി എപ്പോഴും ചോദിക്കുന്നതാണ്. 30 ചെസ്റ്റ് കംപ്രഷന് 2 റെസ്ക്യൂ ബ്രീത്തിങ് എന്നുള്ള രീതിയിലാണ് CPRൽ ചെസ്റ്റ് കംപ്രഷൻ ആൻഡ് റെസ്ക്യൂ ബ്രീത്തിങ് നമ്മൾ കൊടുക്കാറ്. 30:2 ആണ് അതിൻ്റെ റേഷ്യോ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് CPR ഓർ കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ? Move on to the answer. We need to remember to spell CAB. C for chest compression, A for open the airway, and B for rescue breathing. CPRൽ യൂഷ്വലി നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ നൽകുന്നത് 30 ചെസ്റ്റ് കംപ്രഷൻസ് ആയിരിക്കും. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 2 inches or 5 centimeter ആയിരിക്കും. അതൊരിക്കലും 6 centimeter എക്സീഡ് ചെയ്യാൻ പാടില്ല. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ CPR എന്ന് പറയുന്നത് ഓപ്പൺ ദ എയർവേ ആണ്. എയർവേ ഓപ്പൺ ചെയ്യാനായിട്ട് CPR നൽകുന്ന ആള് വിക്ടിമിന്റെ ഫോർഹെഡിന് മുകളിലായി ഒരു കൈയും ചിന്ന് സപ്പോർട്ട് ചെയ്യാൻ അടുത്ത കൈയും സപ്പോർട്ട് ചെയ്തതിന് ശേഷം ചിന്ന് പതിയെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്തായിരിക്കും വിക്ടിമിന്റെ എയർവേ ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും തേർഡ് സ്റ്റെപ്പായിട്ടുള്ള റെസ്ക്യൂ ബ്രീത്തിലേക്ക് നമ്മൾ പോകുന്നത്. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ CPR ഈസ് റെസ്ക്യൂ ബ്രീത്ത്. റെസ്ക്യൂ ബ്രീത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് 30 ചെസ്റ്റ് കംപ്രഷന് 2 റെസ്ക്യൂ ബ്രീത്ത് എന്ന രീതിയിലാണ് നമ്മൾ ഒരു CPRൽ ചെസ്റ്റ് കംപ്രഷന്റെ കൂടെ റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുന്നത്. അതിനുശേഷം CPRന്റെ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ആർ ദ ഡിഫറെന്റ് വേസ് ഓഫ് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ? ദ ആൻസർ ഇൻക്ലൂഡ് nasal cannula, face mask, high venturi mask and mechanical ventilation. യൂഷ്വലി നാസൽ കാനുലയിൽ 0 to 6 ലിറ്റർ പെർ മിനിറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ഓക്സിജൻ കൊടുക്കുക. ഫേസ് മാസ്കിൽ 6 to 10 ലിറ്റർ പെർ മിനിറ്റ്, ഹൈ വെഞ്ചൂറി മാസ്കിൽ 12 to 50 ലിറ്റർ പെർ മിനിറ്റ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഓക്സിജൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. We will continue answering more questions in our next video. Stay tuned for our next part.